ചെയ്ത പേക്കൂത്തുകൾക്ക് പരലോകത്തുറപ്പ് അതേ ശിക്ഷ തരുന്നുള്ളൂ. ഈ സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത് അങ്ങ് ഇറങ്ങിയപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു, ഈ രോഗശയ്യയിൽ കിടന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയും. ആ സമയത്ത് സഹാബികളിൽ പലരെയും വിളിക്കുകയാണ്, അവിടുത്തെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ വിടുകയാണ്. സ്വഹബാ, എന്റെ ഉമ്മത്തുൽ മുഅ്മിനീങ്ങളാകുന്ന എന്റെ സഹധർമ്മിണികളില്ലേ, എന്റെ ഭാര്യമാരുടെ വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലണം. എന്നിട്ട് അവരോട് വസ്തദന സൗജാതിഹി, എന്റെ ഭാര്യമാരോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. അയ്യുമരിള ഫീ ബൈതി സയ്യിദതി ആയിഷ റളിയല്ലാഹു അൻഹാ, എന്റെ ഭാര്യ ആയിഷയുടെ വീട്ടിൽ ഞാൻ രോഗിയായി കിടന്നോട്ടെ, എന്റെ ഭാര്യ ആയിഷയുടെ വീട്ടിൽ ഞാൻ കിടന്നോട്ടെ എന്ന് സമ്മതം ചോദിച്ചു വരണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ ഭാര്യമാർക്കും അവരുടേതായ ഊഴം ഉള്ള അവസരങ്ങളിലാണ് ഹബീബ് അവരുടെ വീട്ടിൽ താമസിക്കാറുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നപ്പോ മറ്റു ഭാര്യമാരെ വീട്ടിലേക്ക് ആളെ വിട്ടു, സമ്മതം ചോദിച്ചു. എല്ലാ ഭാര്യമാരും പറഞ്ഞു, ഹബീബേ, അങ്ങ് എന്താണോ ഇഷ്ടപ്പെടുന്നത്, രണ്ടാമത് ഞങ്ങൾക്ക് വേറൊരു താല്പര്യമില്ല. യുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ. ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വതിനേക്കാളും സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഭാര്യമാരെ സമ്മതിക്കുകയാണ്. ഹബീബ് തങ്ങൾ ആയിഷ ഉമ്മയുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാവായ പണ്ഡിതനാണ്. നല്ല ശൈലിയിൽ ഓതാൻ കഴിവുള്ള സഹാബിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളെ പരിശുദ്ധമായ റമദാൻ 17 വരുമ്പോ ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോ നമ്മൾ പറയുന്ന പേരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നീളം കുറഞ്ഞ വ്യക്തിയാണ്, അല്പം വെയിറ്റുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് മധുരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തപ്പോ അബൂജഹൽ എന്ന് പറയുന്ന ദുഷ്ടൻ വന്ന് ഇബ്നു മസ്ഊദിന്റെ ചെവിക്കുന്നിയിൽ എടുത്ത് ഇബ്നു മസ്ഊദ് തങ്ങളെ അങ്ങ് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അബൂജഹൽ എന്ന ദുഷ്ടന്റെ കയ്യിൽ ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ് തങ്ങളുടെ ചെവിയങ്ങ് പറഞ്ഞു കൊന്നു. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ബദറിന്റെ രണഭൂമിയിൽ അബൂജഹൽ എന്ന് പറയുന്ന പഹയന്റെ അവസാനം കഥ കഴിച്ചത്. എന്നിട്ട് ആ നെഞ്ചിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അബൂജഹൽ അറിയോ ഈ ഇബ്നു മസ്ഊദിനെ, അല്ലാഹുവിന്റെ കലാമ് റബ്ബിന്റെ ഭവനത്തിന്റെ മുറ്റത്ത് വെച്ച് ഞാൻ പാരായണം ചെയ്തപ്പോ നീ എന്റെ ചെവിക്കുന്തി പറച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ എന്നെ, അതിന് അല്ലാഹു തന്ന തക്ക ഫലം നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അബൂജഹലിനെ കൈകാര്യം ചെയ്തു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗലോകത്ത് ആ മഹാനെ കാണാൻ കൈപിടിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. നിങ്ങളെ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഇജ്തമഅനാ ഫീ ബൈതി ഉമ്മിനാ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി എത്ര വലിയ ഭാഗ്യവതിയാണ്. عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. يا رب صل على النبي محمد അവസാന നിമിഷങ്ങൾ അവിടുത്തേക്ക് സേവനം ചെയ്തു കൊടുക്കാൻ അവസരം ലഭിച്ച മഹലി ആയിഷ
റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ പദവി ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരട്ടെ. ആ ഉമ്മയുടെ വീട്ടിൽ സഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആ സമയത്തതാ ഞങ്ങളിലേക്ക് ഹബീബ് തങ്ങൾ ആ കട്ടിലിൽ കിടന്ന് നോക്കിയിട്ട് മുത്തുനബിയുടെ രണ്ട് നയനങ്ങളും നിറഞ്ഞൊലിക്കുന്നു. കട്ടിലിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തേക്ക് ശരീരം തിരിച്ചു വെച്ചു. ഹബീബ് തങ്ങൾ ഞങ്ങളെ വിളിക്കുകയാണ്. മർഹബാ ഹയ്യാകുമുല്ലാഹു ബിസ്സലാം. സഹാബികളെ അല്പം അടുത്തേട്ട് നിൽക്കൂ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഹബീബ് തങ്ങൾ ഉപദേശിക്കുന്നു. ഉസീകും ബിത്തഖ്വല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം എന്നാണ് എന്റെ ഉപദേശം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. പതിവില്ലാത്ത രോഗശയ്യയിൽ കിടക്കുമ്പോ ഹബീബ് വിളിച്ചിട്ട് ഞങ്ങളെ ഉപദേശിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾക്ക് ആ ഉപദേശത്തിന്റെ വരികൾക്കിടയിൽ നിന്നൊരു സത്യം ബോധ്യപ്പെട്ടു. ഹബീബ് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിൽ ചിലർ എഴുന്നേറ്റ് നിന്നു. ഹബീബിന്റെ വിയോഗം നടന്നാൽ അവിടുത്തെ എങ്ങനെ സംസ്കരിക്കണം എന്ന് ഹബീബ് തങ്ങളോട് തന്നെ ചോദിച്ചു പഠിക്കേണ്ടതുണ്ടല്ലോ എന്ന് തീരുമാനിച്ച ചില സ്വഹാബികൾ ഹബീബിനെ വിളിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മതാ അജലുക. നബിയേ, അവിടുത്തെ അവധി അടുത്തിട്ടുണ്ടോ? എപ്പോഴാണ് അവിടുത്തെ അന്ത്യം? അവിടുത്തെ വഫാത്ത് നടക്കാൻ സമയമായിട്ടുണ്ടോ? എന്റെ അവധി അടുത്തിരിക്കുന്നു. അല്ലാഹുവിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്. സിദ്റത്തിൽ മുൻതഹ വജന്നത്തിൽ മഅവ വൽഫിർദൗസിൽ അഅ്ലാ. സ്വർഗ്ഗലോകത്ത് വലിയ സുഖങ്ങളും സൗകര്യങ്ങളും പദവികളും പടച്ചറപ്പ് എനിക്ക് സംവിധാനിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്കാണ് ഞാൻ യാത്ര പോകുന്നത്. സഹാബികളെ രണ്ടാമത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വഫീമ നുകഫിനുക. അവിടുന്ന് വഫാത്തായാൽ അവിടുത്തെ കുളിപ്പിച്ചു ആ ശരീരം ഞങ്ങൾ ഏത് വസ്ത്രത്തിനാണ് കഫൻ ചെയ്യേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹാബാ ഫീ തൗബി റിയാദ്. വെളുത്ത വസ്ത്രത്തിലാണ് എന്നെ നിങ്ങൾ കഫൻ ചെയ്യേണ്ടത്. മുസ്ലിമീങ്ങൾ മരിച്ചാൽ വെള്ള കഫൻ തുണിയല്ലേ കഫൻ ചെയ്യാറുള്ളത്. ഹബീബ് തങ്ങളുടെ ഉപദേശമാണ്, അവിടുന്ന് പറഞ്ഞ സുന്നത്താണ്. മൂന്നാമതും സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്. ഈ ചോദ്യം ചോദിച്ചു സഹാബികൾ ഹബീബിന്റെ മുമ്പിൽ നിന്ന് കരയുകയാണ്. മുഅ്മിനീങ്ങളെ, ആരും ഉറങ്ങല്ല. എന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ചോദിക്കുന്നത് സ്വഹാബികൾ, ഹബീബേ മൻ യുസല്ലി അലൈഹി. അവിടുത്തെ വഫാത്ത് നടന്നാൽ അവിടുത്തെ ജനാസ നിസ്കാരത്തിന് ആരാണ് നേതൃത്വം നൽകേണ്ടത്? തങ്ങളെ. ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ ഞങ്ങളെല്ലാം കരഞ്ഞുപോയി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കരച്ചിൽ കാണുകയാണ്. ആ സമയത്ത് ഹബീബ് തങ്ങൾ സ്വഹാബികളെ ആശ്വസിപ്പിക്കുന്നു. സഹാബാ, കരയല്ല നിങ്ങൾ,
നിങ്ങൾ സങ്കടപ്പെടല്ല, നിങ്ങൾ കരച്ചിൽ അവസാനിപ്പിക്കൂ സഹാബികളെ, നിങ്ങൾ സമാധാനിക്കൂ അനുയായികളെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വജസാകും മിൻ നബിയികും ഖൈറാ, അല്ലാഹു അവന്റെ പ്രവാചകനായി നിങ്ങളിലേക്ക് എന്നെ നിയോഗിച്ചയച്ചപ്പോ നിങ്ങൾ എനിക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തവരല്ലേ, ഒരുപാട് ഒത്താശകൾ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടില്ലേ, അതുകൊണ്ട് അതിനെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു കൊടുത്തു. സ്വഹാബികളെ അടക്കിയിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറയുന്നു, ഇദാ വസൽതുമൂനി സ്വഹാബ, നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിച്ചാൽ, വകഫൻതുമൂനി, വെളുത്ത വസ്ത്രത്തിൽ എന്നെ എടുത്ത് നിങ്ങൾ കഫൻ ചെയ്താൽ, ഫളഊനി അലാ സരീരി ഹാദാ, ഞാൻ കിടക്കുന്ന ആയിഷ ഉമ്മയുടെ വീട്ടിലെ ഈ കട്ടിലില്ലേ, ഈ കട്ടിലിൽ എന്റെ ജനാസ കൊണ്ടുവന്ന് നിങ്ങൾ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഖബർ എവിടെ കുഴിക്കണമെന്നറിയുമോ? അലാ ശഫീരി ഖബരി, അമ്പിയാക്കന്മാരെ എവിടെ വെച്ച് മരിക്കുന്നുവോ, വഫാത്താകുന്നുവോ, അവര് വഫാത്തായ അതേ സ്ഥലത്തു തന്നെ അവര് മറവ് ചെയ്യണം എന്നാണ് ശരീഅത്തിന്റെ നിയമം. അതുകൊണ്ട് ഈ കട്ടിലിൽ നിന്ന് ഞാനങ്ങ് വഫാത്തായാൽ ഈ കട്ടിലിന്റെ ചോടെ നിങ്ങൾ എനിക്ക് വിശ്രമിക്കാനുള്ള ഖബർ കുഴിക്കണം. എന്നിട്ട് ഈ കട്ടിലിൽ കൊണ്ടുപോയി എന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് വെക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗക നൂർ അൻത ഇക്സീറുൻ വവാലി أنت مصباح الصدور. മുഅ്മിനീങ്ങളെ, 14-ാം രാവിലെ പൗർണമിയേക്കാൾ പ്രകാശപൂരിതമായ മുഖത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉപദേശിക്കുകയാണ്. എന്നിട്ട് തുമ്മ ഖുർജു അന്നീസാ, സഹാബികളെ നിങ്ങൾ എന്റെ ജനാസ ഈ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി കുറച്ചു സമയം നിങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കണേ. എന്തിനാ എന്റെ ജനാസയുടെ സമീപത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞതെന്നറിയുമോ? ആദ്യമായി എന്റെ ജനാസ നിസ്കരിക്കുന്നത് ആരാണെന്നറിയുമോ? ليلا إلى حرمي كما سار البدر في تاج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ഉടയതമ്പുരാന്റെ ഹദറത്തുൽ ഖുദ്സിലേക്കും ഖുറാൻ വിവിഐപി വാഹനവുമായി എന്റെ സമീപത്ത് വന്ന് എന്നെ കൊണ്ടുപോയ ഖലീലി വഹബീബി, പരിശുദ്ധ മക്കയിൽ ഏറ്റവും ഉയരത്തിൽ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതമില്ലേ, ജബൽ നൂർ എന്ന് പറയുന്ന പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ഓറിയറായില്ലേ, ഹിറാഗുഹക്ക് അകത്ത് ചെന്ന് ഏകാഗ്രതയോടെ ആരാധനയിൽ ഞാൻ കഴിഞ്ഞു കൂടുമ്പോ എന്റെ സമീപത്തിൽ ഇറങ്ങി വന്ന് ഖുർആനിന്റെ വചനങ്ങൾ ഓതിത്തന്ന് എനിക്ക് നുബുവത്ത് കൊണ്ട് എന്നെ അനുഗ്രഹിച്ച എന്റെ ഉറ്റ ചങ്ങാതിയില്ലേ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യമായി എന്റെ ജനാസ നിസ്കരിക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ, എന്റെ ഹബീബിനെ പറയുമ്പോൾ
ഞങ്ങളെ മനസ്സെവിടെയോ ആണ്, മഹബത്ത് കുറഞ്ഞവരാണ്. ഈ സദസ്സിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ ചെലവഴിക്കുന്നു എന്നൊരൊറ്റ കാരണം ആ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബത്തിന്റെ ഒരു കണികയെങ്കിലും ഈ സംസാരം കാരണം ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുതരണേ തമ്പുരാനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദ്യമായി ജിബ്രീൽ നിസ്കരിക്കട്ടെ, ثم മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടാമത് എന്റെ ജനാസ നിസ്കരിക്കേണ്ടത് മാലാഖമാരുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള മഹാനാണ് മീകാഈൽ അലൈഹിസ്സലാം. നമുക്ക് മഴ തരുന്നത് ബഹുമാനപ്പെട്ടവരാണ് അല്ലേ? ഇടിയും മിന്നും എല്ലാം വരുന്നത് മീകാഈൽ അലൈഹിസ്സലാമിന്റെ തീരുമാനത്തോടു കൂടിയാണ്. തീക്കാറ്റുകൾ അടിച്ചു വീശുമ്പോ മുഅ്മിനീങ്ങളെ, ഹബീബ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവചനം നടത്തിയ ചൂടുകാറ്റുകൾ അവസാന നാളിന്റെ ലക്ഷണമായി നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ, ഈ സദസ്സ് കാരണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്നു ഞങ്ങളെ അദാബാക്കരുതേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്തെയും സർവ്വ മുസ്ലിം സഹോദരങ്ങളെയും മുഴുവൻ ജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. രണ്ടാമത് മീകാഈൽ അലൈഹിസ്സലാം നിസ്കരിക്കട്ടെ, ثم ഇസ്രാഫീൽ, മൂന്നാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം നിസ്കരിക്കും, ثم മലക്കുൽ മൗത്ത് അസ്റായീൽ, നാലാമത് മാലാഖമാരിൽ നിന്ന് നിസ്കരിക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ثم മലായികത്തുൻ കതീറ, ഈ നാല് വിവിഐപി മാലാഖമാരുടെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ ധാരാളം മലക്കുകൾ എനിക്ക് വേണ്ടി നിസ്കരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര സമയം നിങ്ങൾ മാറിക്കൊടുക്കണം. ആ സമയം കഴിഞ്ഞാൽ സംഘങ്ങളായി നിങ്ങൾ എന്റെ ജനാസയുടെ സമീപത്തേക്ക് വരണം. എന്നിട്ട് ആദ്യമായി മനുഷ്യരെ കൂട്ടത്തില് എന്റെ ജനാസ നിസ്കരിക്കേണ്ടത് ആരാണെന്ന് അറിയുമോ? എന്റെ മേലെ നിങ്ങൾ നിസ്കരിക്കുക, സലാം പറഞ്ഞ് നിങ്ങൾ പിരിയുക. നിങ്ങൾ അട്ടഹസിച്ച് വിലപിച്ച് പൊട്ടിക്കരഞ്ഞ് എന്റെ ജനാസയുടെ മുഖത്തും ശരീരത്തിലും ഭൂമിയിലൊക്കെ ചുംബിച്ച് എന്നെ നിങ്ങൾ സംസ്കരണം കൊണ്ട് മഹബ്ബത്ത് പ്രകടിപ്പിച്ച് ജനാസയായി കിടക്കുന്ന എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബ് പറഞ്ഞു വെക്കണ്ടേ? കാരണം ഏതാണ് ഈ നേതാവ്? ഹബീബിനെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത് മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ താലോലിച്ച് ഉറക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങളാണ്. ഹബീബിനറിയാം, ഹബീബിന്റെ വഫാത്ത് നടന്നാൽ സഹാബികൾക്ക് താങ്ങാൻ കഴിയൂല. ആ നിമിഷങ്ങൾ എങ്ങനെയാണ് ആ മഹാന്മാരായ സഹാബികൾ തരണം ചെയ്യുക? ഹബീബ് ഓർത്തിട്ട് ആശങ്കയോടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് സഹാബികൾക്ക് മുമ്പിൽ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നിട്ട് പറയുന്നു, എന്റെ ജനാസ ആദ്യമായി നിസ്കരിക്കേണ്ടത് സാദാത്തുക്കളാണ്. എന്റെ കുടുംബത്തിൽ പിറന്ന പുരുഷന്മാരായ തങ്ങന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങൾ മരിച്ചാൽ പുരുഷന്മാരുടെ നിസ്കാരത്തിന്റെ മുമ്പ് വീട്ടിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന് അന്യമാണ്. അത് വിദേഹത്തുകാരുടെ സമ്പ്രദായമാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് പറയുന്നു, എന്റെ ജനാസ ആദ്യം നിസ്കരിക്കേണ്ടത് എന്റെ ഫാത്തിമയല്ല, കരളിന്റെ കഷ്ണം അവിടെ ഉണ്ട്. ബീവി ആയിഷ തുഹ്റ അവിടുത്തെ മാറിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടാണ് അവിടുന്ന് അവസാനം വഫാത്താക്കുന്നത്. ആ ആയിഷ അവിടെയുണ്ട് റളിയല്ലാഹു അൻഹുമാ. എന്റെ കുടുംബത്തിൽ പിറന്ന പുരുഷന്മാരാ ആദ്യമായി എന്റെ ജനാസ നിസ്കരിക്കേണ്ടത്. ഹബീബി വസീദി മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ
അവിടുന്ന് പറയുകയാണ് എന്റെ സ്വഹാബികളിൽ പലരും എന്റെ വിയോഗം നടക്കുമ്പോ എന്റെ സമീപത്തുണ്ടാവുകയില്ല. ആ സ്വഹാബികളൊക്കെ തിരിച്ചു വരുമ്പോ എന്റെ ഒരു സലാം പറയണേ അവർക്ക്. അന്ത്യനാള് വരെ വരുന്ന എന്റെ മുഴുവൻ സഹോദരങ്ങൾക്കും എന്റെ ഒരു സലാം പറയണേ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ. ഹബീബ് സ്വഹാബികളോട് ഏൽപ്പിക്കുന്നു, ഇന്നി ഉശീദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷികളാക്കുന്നു സ്വഹാബ, അന്നീ ഖദ് സല്ലംതു അലാ കുല്ലി മൻ തബിഅനി മൻ ദഖല ഫിൽ ഇസ്ലാം. ഇൽകാലത്ത് ഖിയാമത്ത് നാൾ വരെ ഈ ഇസ്ലാം മതം പുൽകുന്ന വിശ്വാസിനികളോട് എന്നെ ഒരു സലാം പറയണേ. അവർക്കെല്ലാം ഞാൻ സലാം പറഞ്ഞിരിക്കുന്നു. ചൊല്ലിക്കോളൂ ആ സലാമിന്, ഹബീബിന് ഒരു സലാം തിരിച്ച്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലൈക അസ്സലാം യാ ഹബീബല്ലാഹ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ മുബ്തഹി വൽ ഹബീബിൽ അറബി. വഫാത്തിന്റെ ദിവസത്തിന്റെ മുമ്പ് 3 ദിവസം തുടർച്ചയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സമീപത്ത് വന്നിട്ടുണ്ട്. കൈഫ തജിദു, നബിയെ എന്താണ് നിങ്ങളുടെ സുഖവിവരങ്ങൾ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അജിദുനി യാ ജിബ്രീൽ മഹ്മൂമ, ഏറെ പ്രയാസമുണ്ട് ജിബ്രീൽ. വഅജിദുനി മഖ്റൂബ, എനിക്ക് വേദനിക്കുന്നുണ്ട് ജിബ്രീൽ. മുഹമ്മദുർ റസൂലുള്ളാഹി. ജിബ്രീലിന്റെ ആഗമനം കാരണം അല്പം മുത്തുനബിക്ക് ആശ്വാസം ലഭിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുന്ന ദിവസങ്ങളിൽ അവിടുന്ന് പല സന്ദർഭത്തിലും പ്രസംഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവസാനത്തെ ഒരു പ്രസംഗം നടത്തി. വീട്ടിലിങ്ങനെ കഴിയുമ്പോ മദീനത്തെ പള്ളിയിലും പരിസരങ്ങളിലും സഹാബികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവര് ഹബീബിന്റെ കാര്യം അന്വേഷിച്ച് തേങ്ങി കരയുകയാണ്. ഹബീബ് അവസാനമാണെന്ന് അറിഞ്ഞപ്പോ വല്ലാതെ കരച്ചിലുടെ ശബ്ദമുയർന്നപ്പോ ഹബീബ് തങ്ങൾ ആ കരച്ചിൽ കേട്ടപ്പോ അവിടുന്ന് പറഞ്ഞു, സഹാബികളെ വിളിച്ചിട്ട് ആ സഹാബികളിലേക്ക് എന്നെ ഒന്ന് ചുമന്നു കൊണ്ടുപോകൂ, എന്നെ ഒന്ന് നിങ്ങൾ തോളിലേറ്റ് മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് ഒന്ന് കൊണ്ടുപോയി വെക്കൂ. فحملوا النبي صلى الله عليه وسلم إلى المسجد. മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് ഹബീബായ തങ്ങളെ സഹാബികൾ ചുമന്നു കൊണ്ടുപോയി. വഅൽഖാ ആഖിറു ഖുതുബത്തിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ, അവിടുന്ന് അവസാനമായി ഒരു പ്രസംഗം നടത്തി. ഹബീബ് അവസാനം സംസാരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പ്രസംഗിക്കുകയാണ്, നമ്മെ ഉപദേശിക്കുകയാണ്. സഹാബികളെ വിളിച്ചിട്ട് പറയാണ്, കഅന്നകും തഖാഫൂന അലയ്യ. സഹാബികളെ, എന്റെ വിയോഗം കാരണം നിങ്ങളൊക്കെ ബേജാറിലാണ്, നിങ്ങൾ സങ്കടത്തിലാണ്, നിങ്ങളൊക്കെ എന്റെ വിഷയത്തിൽ പേടിക്കുന്നവരാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യുഹന്നാസ്, ഓ സഹാബ, മൗഇദി മഅകും ലൈസ ദുനിയാ. ഈ ദുനിയാവിലല്ല എനിക്ക് നിങ്ങളോടൊപ്പമുള്ള ജീവിതം. മൗഇദി മഅകും മിൻദൽ ഹൗദ്. നാളെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ നിങ്ങളെ കാത്തിരിക്കും. വല്ലാഹി, അല്ലാഹു ആണ് സത്യം. ലകഅന്നി അൻദുറു ഇലൈഹി. ആ ഹൗദുൽ കൗസർ എന്ന ശീതളപാനീയത്തിലേക്ക്, ആ ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് നിമ്മഖാമി ഹദാ, ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു.
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ പറയുകയല്ല, ഇത് കളവ് പറയുകയല്ല. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളെയും പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കൂ. വശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ അയാ സയ്യിദി ഖൈറൻ നബി ഇന്നനാ നർജു ഇലാ ഇന്നനാ നർജു ഇലാ كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع الأبتغي والحبيب العالمين. الله أكبر. صلى صلاة سلام പ്രതിഫലം മദീനയിൽ ഹബീബിന്റെ റൗദയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ ഈ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്കെല്ലാം, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാദികൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഹബീബ് ആദ്യമായി സ്വഹാബികളെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നു, മൽ ഫഖറു അഖ്ശാ അലൈക്കും. ഓ സ്വഹാബ, ഓ ജനങ്ങളെ, ദാരിദ്ര്യത്തെ ഞാൻ നിങ്ങളിൽ ഭയക്കുന്നില്ല. വലകിൻ അഖ്ശാ അലൈക്കുമുദ് ദുനിയാ അൻ തതനാഫസുഹാ കമാ തനാഫസഹ അൽദീന മിൻ ഖബലികും ഫതഹ്ലികുകും കമാ അഹ്ലകതുഹും. ദുനിയാവിനെയാണ് ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത്. മുൻഗാമികളിൽ പലരും ദുനിയാവ് സമ്പാദിക്കാൻ ദുനിയാവിന്റെ പിന്നാലെ ഓടിയത് കാരണം ആ ദുനിയാവ് അവരെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ദുനിയാവിന്റെ സുഖലോലുപതുകളുടെ പിന്നാലെ പോയി ആഖിറം നിങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ ഭയക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഖൈറായ സമ്പന്നരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഹറാമു സമ്പാദിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇത്രയും പറഞ്ഞു വച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ തേങ്ങിയങ്ങ് കരഞ്ഞു. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സഹാബികളൊക്കെ സിദ്ദീഖുൽ അക്ബറിന്റെ സമീപത്ത് എന്ന് അവിടുത്തെ ശരീരത്തിൽ കൈകൊട്ടിയിട്ട് ആശ്വസിപ്പിക്കുന്നു. സിദ്ദീഖ് തങ്ങളെ സമാധാനിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിന്റെ സദസ്സിൽ നിന്ന് എല്ലാവരും സിദ്ദീഖിനെ കൊള്ള പോയപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ദഉ അബൂബക്കർ, ദഉ അബൂബക്കർ, ദഉ അബൂബക്കർ, അബൂബക്കറിനെ അങ്ങ് ഒഴിവാക്കൂ. അബൂബക്കർ കരയട്ടെ, അബൂബക്കറിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം. ജനങ്ങളെ, മാ മിൻ അഹദിൻ കാനത് ലഹു യദുൻ ഇല്ലാ കാഫഇനാഹു. ഏതെങ്കിലും ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നാം പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്, അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അവരോട് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാ അബൂബക്കർ, അബൂബക്കർ ഒഴികെ അബൂബക്കർ ചെയ്ത സേവനങ്ങൾക്ക് തിരിച്ച് പ്രത്യുപകാരം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഖബറിലേക്ക് പോകുമ്പോ ഉണ്ടായ സേവനങ്ങൾ തൊട്ട് എന്റെ ഈ വഫാത്തിന്റെ ദിവസങ്ങൾ വരെ എനിക്ക് ചെയ്ത സേവനങ്ങൾക്ക് എനിക്ക് പ്രതിഫലം കൊടുക്കാൻ സാധ്യമല്ല. സിദ്ദീഖിന് പകരം കൊടുക്കാൻ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതാ ഫസ്ദിഖു ഫിൽ ഗാരിബ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന بالغار من نرمي مولاي صل
وسلم دائما أبدا ശേഷം അവിടുത്തെ പ്രസംഗം തുടരുകയാണ്. അയ്യുഹന്നാസ് യൂസിക്കും ബിന്നിസാഇ ഖൈറാ. എന്റെ സമുദായത്തിൽ ബലഹീനരാണ് സ്ത്രീകൾ. ആ സ്ത്രീ സമുദായത്തോട് നിങ്ങൾ നന്മകൾ ഉപദേശിച്ചു കൊടുക്കണം. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അവസാനമായി എനിക്ക് നിങ്ങളോട് ഇനിയും പറയാനുണ്ട്. നിസ്കാരം നിങ്ങൾ കൈയൊഴിക്കരുതേ, നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്ത്രീകളുമായിട്ട് നിങ്ങൾ സമീപിക്കുമ്പോ നിങ്ങൾ തിന്മയിലേക്ക് പോകാൻ സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. അവസാനം ഹബീബ് പറയുന്നു, ഇബ്ലഗു ബിന്നിസ്സലാം കുല്ലമൻ തബിഅനി ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ വരുന്ന എന്റെ മുഅ്മിനീങ്ങളുണ്ടല്ലോ, എന്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് അസ്സലാമു അലൈക്കും എന്നൊരു സലാം പറയണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ പ്രസംഗം അവിടുന്ന് അവസാനിപ്പിച്ച് അവിടുന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അങ്ങ് ചെന്ന് കിടന്നു. പിറ്റേ ദിവസം ഹബീബ് തങ്ങളുടെ വഫാത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഇവിടെ എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ പിടിച്ചു കുലുക്കേണ്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം അവിടുന്ന് ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ ലിയസൂറ ശുഹദാ ഉഹദ്. പിറ്റേ ദിവസം സുബഹിക്ക് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് 4-5 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അവിടുത്തെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ ധീരരായ സ്വഹാബാക്കിറാം രക്തസാക്ഷികളായി മറവിട്ട് കിടക്കുന്ന ഉഹുദിന്റെ രണഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉഹുദീങ്ങളാകുന്ന ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി. മഹാന്മാരെ ചെന്ന് സിയാറത്ത് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ആത്മാവ് സംസ്കരിക്കും, ഹൃദയവിശുദ്ധി നേടാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ ഓർവായിലൊക്കെയും നോക്കിയെടുത്തോവരേ. കോഴിക്കോട് പട്ടണത്തിൽ ശൈഖ് അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പരിശുദ്ധമായ റമദാൻ ശരീഫ് പിരിയുന്നതിന് മുമ്പ് ആ മഹാന്മാരുടെയൊക്കെ മസാറുകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യണം. അന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മസ്ജിദ് സഹാബ എന്ന പള്ളി കോഴിക്കോട് കടപ്പുറത്ത് ബോംബെ ഹോട്ടലിന്റെ പിന്നിലുള്ള പള്ളി പുനർനിർമ്മാണം നടത്തി. അവിടെ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരുടെ മഖാമുണ്ട്. ആ മഖാം ഇപ്പോൾ ഉസ്താദ് അവർകൾ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബദരീങ്ങളുടെ മഖാമടക്കം ഈ പരിശുദ്ധ റമദാനിൽ സിയാറത്ത് ചെയ്യാൻ ഞാനും നിങ്ങളും അവസരം കണ്ടെത്തണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. നടന്നു പോവുകയാണ്. സഹാബികളുണ്ട് കൂടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൻതുമുസ് സാബിഖൂന വനഹ്നു ബികും ലാഹിഖൂന ഇൻഷാഅല്ലാഹ്. സലാം പറഞ്ഞു ഖുർആൻ ഓതി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. വബിഹംസത്തിൽ കറാനി അമ്മിൽ മുസ്തഫാ الإلهي وسيد الشهداء يا رب صل على النبي محمد ആരെങ്കിലും അടക്കി വെച്ച് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ വിളിക്കണം. ഇത് കേൾക്കണം. ഇനി പറയാൻ പോകുന്നത് കേൾക്കണം. ആരും ഉറങ്ങരുത്. എന്നെയും നിങ്ങളെയുമാണ് ഹബീബ് ആ സമയത്ത് വിളിക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം ഉഹദിൽ നിന്ന് തിരിച്ചു പോരുമ്പോ അവിടുന്ന് കരയുകയാണ്. സഹാബികൾ ചോദിച്ചു, നബിയേ മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇസ്തഖതു ഇലാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ ഓർത്തുപോയി, എന്റെ സഹോദരങ്ങളെ ആലോചിച്ചു പോയതാണ്. സഹാബികളെ ചോദിക്കുന്നു, നബിയേ അവലസ്നാ ബി ഇഖ്വാനിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഹബീബേ, പിന്നെ ആരെ ആലോചിച്ചിട്ടാ നിങ്ങൾ കരയുന്നത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെ ചോദ്യങ്ങൾക്ക് മുത്തുനബി മറുപടി കൊടുക്കുന്നു, ലാ സ്വഹാബ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാ. അമ്മാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ? ഫഹും ഖൗമുൻ യഅ്തൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ജനങ്ങളാണവർ. അതേ വയുമിനൂന ബി, ഞാൻ സത്യപ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. വലം യറൗനി, അവരെ എന്നെ കണ്ടിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, എന്നെയും നിങ്ങളെയും ഓർത്തിട്ടാണ് ഹബീബ് കരയുന്നത്. ത്വാഹ വ യാസീൻ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ആ ഹബീബ് നമ്മെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന്റെ വഫാത്ത് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും ഹൃദയം പിടക്കാത്തത്? എന്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞൊലിക്കാത്തത്? ഈമാൻ ഇല്ലേ? എവിടെയോ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. റബ്ബ് നമ്മുടെ ഖൽബൊന്ന് നന്നാക്കി തരട്ടെ. ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് റബ്ബ് നമ്മുടെ ഖൽബ് സന്തോഷിപ്പിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആ ഹബീബിനെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലല്ലോ, പക്ഷേ കണ്ട മഹാന്മാരുണ്ട്. എന്റെയും നിങ്ങളുടെയും കൂടെ ചുമക്ക് പങ്കെടുത്തവരിൽ ആ ഹബീബിനെ കണ്ടവരില്ലേ? ആ ഹബീബിന്റെ മുഖം കാണാൻ ഞാനും നിങ്ങളും ആശിക്കുന്നില്ലേ? പടച്ചുറപ്പ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കിടന്നുറങ്ങുമ്പോ സ്വലാത്ത് ചൊല്ലണേ മുഅ്മിനീങ്ങളെ. ആ ഹബീബ് വരാതിരിക്കൂല. മനാമിലെ ഹബീബിന്റെ മുഖം കണ്ട് സന്തോഷിക്കണം. ഇനി സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ആ ഹബീബിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയിട്ടും ഹബീബിനെ കിനാവിൽ കണ്ടിട്ടില്ലെങ്കിൽ, യഖ്ളത്തിലും ജീവിതകാലത്ത് കണ്ടിട്ടില്ലെങ്കിൽ, ആ ഹബീബിനെ നമുക്ക് കാണാം. മരിക്കുന്ന സന്ദർഭത്തിൽ ഹബീബിനെ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പടച്ചറബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരിൽ കൊണ്ടുപോയി വെക്കുമ്പോഴും ആ ഹബീബിന്റെ ഫോട്ടോ കാണിച്ചിരുന്ന് അറിയുമോ ഈ മഹാനെ എന്ന് ചോദിക്കുമ്പോ സന്തോഷം, മംഗളങ്ങൾ. ഹാദാ ഹബീബി, ഇത് എന്റെ ഹബീബാ, സയ്യിദി നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മറുപടി കൊടുക്കണം. മാലാകമാരി നംകനൗമത്തിൽ റൂസെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ അമ്മൽ മുനാഫിഖൂ, സ്വലാത്തുല്ലാത്തവരാണ്, ആ ഹബീബിനെ സ്നേഹിക്കാത്തവരാണ്, ആ ഹബീബിനെ പറഞ്ഞ സദസ്സിൽ ഇരിക്കാത്തവരാണ്, ആ ഹബീബിന്റെ വഫാത്ത് പറഞ്ഞിട്ട് മനസ്സ് വേദനിക്കാത്തവരാണ്, കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരുറ്റി വീഴാത്തവരാണ്. ആ ഭഗവന്മാരുടെ തലക്കുമീരെ രണ്ടുകൊണ്ട്
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയേ, നിങ്ങളുടെ പൂമുഖം ഏതൊരാളാണോ കാണുന്നത്, അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇതാണ് അഷ്റഫ ബൈത്തിൽ നമ്മൾ പാടാറുള്ളത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ മുഖം കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ പിന്നാലെ സഹാബികൾ തോളിലേറ്റി ഹബീബ് തങ്ങളെ ഉഹദിൽ നിന്ന് നേരെ ആയിഷ ഉമ്മയുടെ വീട്ടിലെത്തിച്ചു. കേൾക്കണം, ആയിഷ ഉമ്മ പറയാണ്, ഹബീബ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്ത് നിന്ന് വിയർപ്പ് തുള്ളികൾ ഉച്ചി വീഴുന്നു. ഞാൻ ആ വിയർപ്പ് തുള്ളികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കി. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ നേതാവ്, കരളിന്റെ കഷ്ണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ആയിഷ, വല്ലാഹി, സത്യം പറയട്ടെ, ഇന്നീല അജിദു, എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു, തുർമശാത്തിൽ മസ്മൂമത്തി ഫീ ഹൽഖി, എന്റെ തൊണ്ടയിൽ ജൂതനായ മനുഷ്യൻ ആട്ടിറച്ചിയിൽ വിഷം കലർത്തിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. ആ വിഷം ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ആ ആട്ടിന്റെ മാംസം ഞാൻ കഴിക്കുന്നതിലൂടെ ജൂതൻ എന്നെ വിഷം തീറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്? ആ വിഷത്തിന്റെ രുചി വല്ലാഹി ഇന്നി ലഅജിദു തുമശാത്തിൽ മസ്മൂമത്തി ഫീ ഹൽഖി, എന്റെ തൊണ്ടയിൽ ഇപ്പോൾ എനിക്ക് രുചിക്കാൻ കഴിയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ അല്ലാഹു യൻസുക മിനൻ നാസി, ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് പടച്ചറപ്പ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ജൂതൻ വിഷം കൊടുത്തപ്പോ ഹബീബിന്റെ വയറ്റിലേക്ക് ആ വിഷം എത്തിയത്? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്, ആ സംശയത്തിനുള്ള നിവാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാനാണ് അവിടുത്തെ വയറ്റിൽ വിഷം എത്തിയത്. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ തന്നെയാണ് ഉഹദിൽ അവിടുത്തെ മുമ്പല്ല് പൊട്ടിപ്പോയത്. അവിടുന്ന് വിയോഗ സന്ദർഭത്തിൽ ആയിഷ ഉമ്മയെ വിളിച്ചിട്ട് പറയുന്നു, ജൂതൻ തന്ന വിഷം രുചിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ആയിഷ ഉമ്മ പറയുന്നു, ഹബീബിന്റെ അവസാന സന്ദർഭമാണെന്ന് ഞാൻ അങ്ങ് തിരിച്ചറിഞ്ഞപ്പോ അവിടുത്തെ രണ്ട് കൈകൾ ഞാൻ അങ്ങ് കൂട്ടിപ്പിടിച്ചു. ആ മുൻകൈയിന്റെ തൂവള്ളയിലേക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും സൂറത്തുകൾ പാരായണം ചെയ്ത് ഞാൻ ഹബീബിന്റെ മുൻകൈയിൽ ഊതിക്കൊടുത്തു. ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ഹബീബ് തങ്ങളുടെ കൈ കൊണ്ട് തന്നെ അവിടുത്തെ മുഖം അങ്ങ് തടവിക്കൊടുത്തു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ കാന ബൈന യദൈ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിൽ റിക്വത്തുൻ ഫീഹി മാഉൻ, വെള്ളമുള്ള ഒരു പാത്രമുണ്ട്. ഫജഅല യുദ്ഖിലു യദഹു ഫിൽ മാഇ, ആ വെള്ളത്തിലേക്ക് കൈകളിട്ടിട്ട് ഫയംസഹു ബിഹാ വജ്ഹഹു, ഹബീബ് തങ്ങൾ ആ മുഖം തടവുന്നു. വയഖൂൽ, അവിടുന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആരാധ്യൻ, ലിൽമൗതി ലസകറാത്ത്, മരണത്തിന് വെപ്രാളമുണ്ട്, മരണത്തിന് വേദനയുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പോഴാണ് ബീവി ഫാത്തിമ വന്നിട്ട് ഫാത്തിമ പറയുന്നു, വാപ്പാ മരിക്കുകയാണോ? അവിടുന്ന് യാത്രയാവുകയാണോ? എന്റെ പൊന്നുപ്പ പോവുകയാണല്ലോ. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ആ പുമോൾ കരളിന്റെ കഷ്ടം ഫാത്തിമയെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ലൈസ അലാ അബീ കർബുൻ അദൽ. മോളെ, ഇന്നെനിക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ ദിവസത്തിന് ശേഷം നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഒരു പ്രയാസവും നേരിടേണ്ടതില്ല മോളെ. അതുകൊണ്ട് ആശ്വസിക്കൂ. മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്, അടങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ ശരീരത്തിൽ ആ മുഖം അങ്ങ് പിടിച്ചു ഹബീബിന്റെ അധരങ്ങളിലേക്ക് വെച്ചിട്ട് ആ ചെവിയിൽ ഹബീബ് മന്ത്രിക്കുന്നു. രണ്ട് കാര്യം പറഞ്ഞു. ഫാത്തിമ പൊന്നുപ്പ പോവുകയാണ്. അസ്സലാമു അലൈക്കും യാ ബിൻതി. മോളെ, ഉപ്പ യാത്രയാവുകയാണ്. ആ ഫാത്തിമ തേങ്ങി കരഞ്ഞു. രണ്ടാമത് പറഞ്ഞു, മോളെ കരയില്ല. എന്റെ അഹ്ലു ബൈത്തിൽ ആദ്യമായി ഉപ്പയ്ക്ക് ശേഷം മരണപ്പെടുന്നത്, എന്നിലേക്ക് വന്നു ചേരുന്നത് ഉമ്മോൾ നീയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫാത്തിമ ബീവി ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്, ആശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുസ്തനിദൻ ഇലാ സദരി ആയിഷ മാറിലേക്ക് ചേർന്ന് കിടന്നു. മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും ധരിക്കാം. എത്ര ജോഡി വസ്ത്രങ്ങളാ ഉള്ളത് ആലോചിച്ചു നോക്കൂ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ജോഡി വസ്ത്രമുണ്ട്? എത്രയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഉസ്താദെ, നാളെ വന്നിട്ട് വീട്ടിൽ പോയി എണ്ണി നോക്കിയിട്ട് പറയാം എന്നല്ലേ നമ്മുടെ മറുപടി ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ഹബീബ് വഫാത്താകുന്ന ആലോചിക്കണം. ഫീ കിസാഇൻ മുലബ്ബദിൻ വഇസാരിൻ ഖലീൽ. നല്ലപോലെ സുന്ദരമായ ഒരു വസ്ത്രം ധരിക്കാൻ അവിടുത്തേക്കില്ല. കട്ടിയുള്ള ഒരു തുണിയുടുന്ന കട്ടിയുള്ള ഒരു പുതപ്പ് ധരിച്ചിട്ടാണ് ഹബീബ് തങ്ങൾ വഫാത്താകുന്നത്. فقامت فاطمة رضي الله عنها تندب وتقول يا أبتا أجاب ربا دعاه يا أبتا جنة الفردوس مأوى يا أبتا إلى جبريل ننعاه. കണ്ട മൗലൂദ് ഓതുകയാണ്. എവിടെയായിട്ട് ഹബീബ് വഫാത്താകുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മൗലൂദ് ഓതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗ്ഗം പറയാ, എന്റെ വാപ്പാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മഹാനിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യാ ബത്താ മിൻ റബ്ബിഹി മാഅദ്നാ, നിങ്ങളുടെ രക്ഷിതാവിലേക്കാണ് നിങ്ങൾ അടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ജന്നത്തുൽ ഫിർദൗസി മഅവാ, നിങ്ങളുടെ സങ്കേതം ജന്നത്തുൽ ഫിർദൗസാണ്. നല്ലത് പറയാണ്. ഖൂലു ഖൈറാ മുഹമ്മദുർ റസൂലുള്ളാഹി. മരിച്ചേടത്ത് മയ്യത്തിന്റെ സമീപത്ത് നിങ്ങൾ നല്ലത് പറയണം. ഖുർആൻ ഓതുക, മഹാന്മാരുടെ മൗലിദുകൾ പാരായണം ചെയ്യുക. അതുകൊണ്ടാണ് ഫാത്തിമ ഇങ്ങനെ പറയുന്നത് റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് ബീവി ആയിഷയുടെ നെഞ്ചിലേക്ക് ഭാരം വരുന്നത്. ആയിഷ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഹബീബ് തങ്ങളുടെ രണ്ട് കൈകാലുകൾ തളർന്നുപോയി. അപ്പോഴുണ്ട് സമീപത്തൊരു മിസ്വാക്കി ബ്രഷുണ്ട്. ആ മിസ്വാക്കിലേക്ക് ഹബീബ് നോക്കിയപ്പോ ആയിഷക്ക് മനസ്സിലായി മിസ്വാക്ക് ചെയ്യാനാണ് ഹബീബ് ആഗ്രഹിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ മിസ്വാക്ക് എടുത്തു, എന്റെ വായിൽ വെച്ച് ഉണങ്ങിയ അറാക്കാണ്. ആ അറാക്ക് ഹബീബ് തങ്ങൾക്കൊന്ന് മയം ചെയ്ത് കൊടുത്ത് ഞാൻ എന്റെ പല്ലുകൊണ്ട് ചവച്ചു കൊടുത്ത് ആ മിസ്വാക്ക് അങ്ങ് കൊടുത്തപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അവസാനത്തെ നിമിഷം മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്തും നിർവഹിക്കുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മിസ്വാക്ക് ചെയ്തു ഹബീബ് അങ്ങ് എന്റെ മാറിലേക്ക് അങ്ങ് ഭാരം തൂങ്ങുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ ഹബീബ് കണ്ണടച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി.
ആയിഷ ഉമ്മ വീട്ടിന്റെ അകത്തിരുന്ന് വിളിച്ചു പറയുന്നു, ഹബീബ് തങ്ങൾ വഫാത്തായിരിക്കുന്നു. പുറത്തുള്ള സഹാബികൾക്ക് വിവരം കൊടുക്കുകയാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതാ പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോ രണ്ടാമൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് പറഞ്ഞു, മൻ ഖാല ഇന്നഹു ഖദ് മാത ഖതഅതു റഅസഹു. എന്റെ ഹബീബ് വഫാത്തായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഉമറുൽ ഫാറൂഖ്. ഇന്നമാ ദഹബ ലിയുഖാബില റബ്ബഹു കമാ ദഹബ മൂസാ മിൻ ഖബ്ലു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് പോയിട്ടില്ലായിരുന്നു അല്ലാഹുമായി അഭിസംബോധനം ചെയ്യാൻ. അതുപോലെ ഹബീബ് പോയതാണ്, തിരിച്ചു വരും. അതുകൊണ്ട് മിണ്ടണ്ട, എന്റെ ഹബീബ് വഫാത്തായെന്ന് ആരും പറയേണ്ടതില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, രണ്ടാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടവിടെ. ലാ യസ്തതിഉ അൻ യതഹറക, ഹൃദയം ലോലമായ സഹാബിയല്ലേ, വിനയാന്വിതനല്ലേ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. നിങ്ങൾ ഖബറ് കാണുമ്പോ തേങ്ങി കരഞ്ഞവരല്ലേ, ഹൃദയം ലോലമായ മഹാനാ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ലാ യസ്തതിഉ അൻ യതഹറക, നിന്നേടത്തിരുന്ന് ഒരു അടി ഒരു ചവിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തു വെക്കാൻ, ഒരു അടി മുമ്പോട്ടോ പിന്നോട്ടോ എടുത്തു വെക്കാൻ, ശരീരം ചലിപ്പിക്കാൻ കഴിയുന്നില്ല. അലിയാരുണ്ട് അവിടെ, അലി റളിയല്ലാഹു അൻഹു തങ്ങളോ യംശി കല്ലത്ഫാലി ഹുനാ വഹുനാക, ചെറിയ മക്കളെ പോലെ അവിടെ വട്ടം കറങ്ങുകയാണ്. സഹാബികൾ പെട്ടെന്ന് ബോധം കെട്ട് വീണുപോവുകയാണ്, മിണ്ടാൻ കഴിയാതെ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു സാഹചര്യത്തിലാണ് കടന്നു വരുന്നത് ഖലീഫത്തു റസൂലില്ലാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളെ ഹബീബ് വഫാത്തായിട്ടില്ലല്ലോ, വഫാത്തിന്റെ സന്ദർഭത്തിൽ ഹബീബിനെ എടുത്തില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് ആ സദസ്സിലേക്ക്, ഹബീബിന്റെ സ്വന്തം മകൾ ആയിഷയുടെ വീട്ടിലല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഓടി വന്നിട്ട് സമ്മതമൊന്നും ചോദിക്കേണ്ടതില്ലല്ലോ, അങ്ങോട്ട് കയറി, അകത്തേക്ക് കയറി. അപ്പോണ്ട് ആ മുഖത്ത് വെളുത്ത തുണിയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുഖത്തുള്ള ആ തുണിയൊക്കെ പൊക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശർഫാക്കപ്പെട്ട ആ നെറ്റിത്തടത്തിൽ അങ്ങ് ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇസ്ഫഉ ലനാ ഇൻദ റബ്ബിക യൗമൽ ഖിയാമ, ഇസ്ഫഉ ലനാ ഇൻദ റബ്ബിക യൗമൽ ഖിയാമ. നബിയേ, നിങ്ങളുടെ നാഥനിങ്കലിൽ അല്ലാഹുവിന്റെ സമീപത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന പുന്നാര ഞങ്ങളോട് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ലിഖാ വഅലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. എന്നിട്ട് സൂറത്തു ആലി ഇംറാനിലെ 144-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജില്ലാഹു ശാകിരീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. അവിടുന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകും. അവിടുന്ന് വഫാത്തായാൽ ആരും ഈ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. ആരെങ്കിലും പിന്നോട്ട് പോയാൽ അല്ലാഹുവിന് ഒന്നും സംഭവിക്കൂല. അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും രാജിയായി ഏതെങ്കിലും മതത്തിലേക്ക് പോയാൽ ഈ മതത്തിന് ഒരു പോറലും ഏൽക്കുകയില്ല എന്നുള്ള ആയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിട്ട് സ്വഹാബികളെ മുമ്പിൽ ഒരു ഹൃസ്വമായ 2 വാക്കുകളിലുള്ള ഒരു പ്രസംഗം. അയ്യുഹന്നാസ്, ജനങ്ങളെ, മൻ കാന യഅ്ബുദു മുഹമ്മദ്
മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് തങ്ങൾ വിയോഗമടഞ്ഞിരിക്കുന്നു, അവിടുന്ന് വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅ്ബുദില്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് ജീവിക്കുന്നവനാണ്, ആ റബ്ബ് മരണമില്ലാത്തവനാണ്. അൻഹുവിന്റെ ഈ പ്രസംഗം കേട്ടപ്പോ 1000 വെച്ച് കീഴടങ്ങി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വിഷയം പ്രസംഗം അവസാനിപ്പിക്കുന്നു. പിന്നീട് ഹബീബില്ലാത്ത ഈ ദുനിയാവിൽ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് ഒന്നും കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പല സ്വഹാബികളും കല്ലുകൊണ്ട് അവരുടെ 2 കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് മസ്തിന്റെ അവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ആ മദീനയിൽ നിന്ന് പുറത്തുപോയി. ചരിത്രം അറിയാവുന്നത് കൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെന്ന് കേണപേക്ഷിച്ചു ഉറക്കമെന്റ് ചെയ്തു. തിരിച്ചു വന്നു. മദീനത്ത് വന്ന് വാങ്ങു കൊടുത്തപ്പോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹബീബിന്റെ പേര് പറഞ്ഞപ്പോൾ ബോധം കെട്ടങ്ങ് വീണു. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ഹബീബ് തങ്ങളുടെ വഫാത്ത് ഇത്രയും പറഞ്ഞു വെച്ചതില്ലെന്ന് എന്തെങ്കിലുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉപകരിക്കണം. ഹബീബിനോട് മഹബ്ബത്ത് നമുക്ക് വർദ്ധിച്ച് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.